സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എന്തായാലും എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബെല്ലയും കെവിനും കുറേ ആയിട്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഏകദേശം സിദ്ധാർത്ഥന് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഇന്നലത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ബെല്ലയോട് അദ്ദേഹം പെരുമാറിയ ഒരു രീതി ഉണ്ടായിരുന്നു. ബെല്ല ചതിക്കുവാണെന്ന് വ്യക്തമായിട്ടും മനസ്സിലാക്കിയ ആ ഒരു ഭാവത്തിൽ തന്നെയാണ് ബെല്ലക്കിട്ട് മറുപടി കൊടുത്തത്. രസം അതൊന്നും അല്ല, നമ്മുടെ പ്രഭാവതിയും കട്ട സപ്പോർട്ടായിട്ട് സിദ്ധാർത്ഥൻ സാറിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. നന്ദനെ കാണാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ആട്ടി ഇറക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതും. നന്ദനെ കണ്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് പുള്ളിക്കാരി വന്നത്. ഒരു കാരണവശാലും നന്ദനെ കീഴടക്കരുത് എന്ന് ബെല്ല പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കൂടെ കൂട്ടി ഇത്രയും ചതിച്ചില്ലേ, കൊലപാതകത്തിന് കൂട്ടുനിന്ന് അവനെ ഇത്രയും താളം തെറ്റിച്ചത് പോരെ, ഇനിയെങ്കിലും ഈ വീട്ടിൻ്റെ പടി കയറാൻ പാടില്ല, കയറരുത് എന്നൊക്കെ താക്കീത് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രഭാവതിയും പറയുന്നുണ്ട്, മേലെ ഈ വീട്ടിൻ്റെ പടി കയറരുത്. ഒന്നാമത് മകന് ആപത്ത് സംഭവിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ മകൻ ഇങ്ങനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടതിൻ്റെ സങ്കടത്തിലിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബെല്ലയും കൂടി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പൊക്കോണം എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കി വിടുമ്പോഴത്തേക്കും ബെല്ലയ്ക്കത് താങ്ങാൻ പറ്റുന്നില്ല. കാരണം പ്രഭാവതി ആൻറ്റിയും സിദ്ധാർത്ഥൻ സാറും ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് വിചാരിച്ചതേ ഇല്ല. അതേ സമയത്താണെങ്കിൽ ബെല്ലയ്ക്ക് നേരിടേണ്ടി വന്ന അപമാനം ദേവിക ശാരികയോട് പറയുമ്പോൾ ശാരികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അപ്പോഴാണ് രാധിക പറയുന്നത്, ബെല്ല മാത്രമല്ല, ആ കെവിനും ഒരു കുഴപ്പക്കാരനാണെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അവൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ട്. ആ ചെറുപ്പക്കാരനും കൂടി അവിടെ വന്നതിന് ശേഷമല്ലേ നന്ദൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുമ്പം, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? കെവിൻ ചേട്ടൻ നന്ദൻ ചേട്ടൻ ഒരു ജോലി കൊടുത്തെന്നല്ലേ ഉള്ളൂ, അല്ലാതെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? അല്ല ശാരി, കെവിൻ്റെ പെരുമാറ്റത്തിലും എന്തൊക്കെയോ പന്തികേട് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് ദേവിക പറയുമ്പോഴത്തേക്കും ശാരിയയ്ക്ക് മനസ്സിൽ പല പല ഡൗട്ടുകൾ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ സ്നേഹിക്കുന്നത് ഇനി കെവിനെയാണെന്നുള്ള കാര്യം അമ്മയും അതുപോലെ ചേച്ചിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? എന്തായാലും രാവിലെ തന്നെ സിദ്ധാർത്ഥൻ സാറും ഹരിസാറും എല്ലാവരും കൂടി ചേർന്ന് നന്ദനെ റെഡിയാക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുവാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ഗിരീഷും ചന്ദ്രോത്തേക്ക് എത്തുന്നുണ്ട്. നിയമപ്രകാരം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കി കഴിഞ്ഞാൽ അവർ FIR ഒക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കി തന്നെയാണ് നന്ദനും കീഴടങ്ങാൻ തയ്യാറായിരിക്കുന്നത്. ഈ ഒരു കുറ്റം ഒളിപ്പിച്ചു വെക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് ഭവിഷ്യത്ത് നന്ദൻ അനുഭവിക്കേണ്ടി വന്നു. നന്ദനും ബെല്ലയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ദേവിക തെറ്റിദ്ധരിച്ചു. മാത്രമല്ല മാധവേട്ടന് ഉണ്ടായ ആ ഒരു ദുരന്തം, അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് സ്നേഹിക്കുന്നവരെല്ലാം തന്നെ വെറുക്കാൻ കാരണമായത് ഈ ഒരു രഹസ്യം മറച്ചു വെക്കാൻ താൻ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനേക്കായും ഭേദം ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നതാണ്. അതൊരു പ്രായച്ചിത്തം തന്നെയല്ലേ. പിന്നെ അരുന്ധതി മേഡം തന്നോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു വിഷമം നന്ദനെ അലട്ടുന്നു. എങ്കിലും ഹരിസാർ തന്നെ കാര്യങ്ങൾ ആദ്യമേ അരുന്ധതി അറിയിച്ചത് കൊണ്ട് ഇനി അവരറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക്, അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേ വേണ്ട. അതേസമയം സ്റ്റേഷനിലേക്ക് പോകുന്നതിന് റെഡിയായിട്ട് ഹരിസാറും സിദ്ധാർത്ഥൻ സാറും പ്രഭാവതി ആൻറ്റിയൊക്കെ നമ്മുടെ ദേവികയും ചന്ദ്രോത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പം ദേവിക ഒറ്റയ്ക്കല്ല, മുരളിയും കൂടെ ചേർന്നാണ് വരുന്നത്. അപ്പം മുരളിയും നന്ദനെ സമാധാനിപ്പിക്കുന്നു, ഗിരി സമാധാനിപ്പിക്കുന്നു. വിഷമിക്കേണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ അറിഞ്ഞുകൊണ്ട് ആരെയും ഒരാളെയും ദ്രോഹിക്കുന്ന ഒരാളല്ല. പിന്നെ അബദ്ധം പറ്റിയതാ, നിയമത്തിൻ്റെ മുമ്പിൽ നിനക്ക് എന്ത് തന്നെ നേരിടേണ്ടി വന്നാലും കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എങ്കിലും നന്ദനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. അമ്മയുടെ സങ്കടം കണ്ടിട്ടാണ് നന്ദന് സഹിക്കാൻ പറ്റാത്തത്. എന്നാൽ അതിനിടയ്ക്ക് നമ്മുടെ ബെല്ല പല മാർഗവും സ്വീകരിക്കുന്നുണ്ട് നന്ദൻ സ്റ്റേഷനിൽ പോയി ഹാജരാകാതിരിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളെയും കൂടി അകത്താക്കാൻ വേണ്ടിയിട്ടാണോ പ്രഭാവതി ആൻറ്റിയും അതുപോലെ നന്ദനും സ്റ്റേഷനിൽ ഹാജരാകാൻ സമ്മതം മൂളിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കെവിൻ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്ന സമയത്തും നിങ്ങളുടെ പേരെന്തായാലും ഒറ്റിക്കൊടുക്കില്ല, നന്ദൻ എല്ലാ കുറ്റവും സ്വയമേ ഏറ്റ് കീഴടങ്ങാൻ തന്നെയാണ് തയ്യാറെടുത്തിരിക്കുന്നതെന്ന്. പക്ഷേ ഈ കെവിനും ബെല്ലയും കൂട്ടുപ്രതികളാണെന്നുള്ള കാര്യം ഇതുവരെ പ്രഭാവതിയായിട്ട് ആരോടെയും പറഞ്ഞിട്ടില്ല. എങ്കിലും ഹരിസാറിന് എല്ലാ കാര്യങ്ങളും ഏകദേശം ധാരണ എത്തുന്നുണ്ട്. തെളിവുൾപ്പെടെ കിട്ടിയെന്ന് പറയുന്നതായിരിക്കും സത്യം. ഇനി ഇവിടെ പിടിച്ചു നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിനേക്കായും ഭേദം ഈ നാട് വിട്ട് പോകുന്നതാണെന്ന് കെവിനും ഏകദേശം ഇപ്പം മനസ്സിലായി തുടങ്ങുന്നുണ്ട്. കെവിൻ ബെല്ലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് തന്നെ പന്തികേട്. നന്ദൻ സ്റ്റേഷനിൽ ഹാജരായി കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ നമ്മളും ഒന്നിനു പിറകെ ഒന്നായിട്ട്
പുറത്ത് വരേണ്ടി വരും. ആ ഋഷിയുടെ സംസാരത്തിൽ എനിക്ക് തോന്നിയതാണ്. അവനെങ്ങാനും അകത്താകേണ്ടി വന്നാൽ ഉറപ്പായിട്ടും നമ്മളെ അവ ഒറ്റിക്കൊടുക്കും. മാത്രമല്ല നന്ദനും. അതുപോലെ പ്രഭാവതി ആൻറ്റിയൊക്കെ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിന് എല്ലാം മറച്ചു വെക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്കിൾ പറയുന്ന കാര്യത്തിൽ അനുസരിക്കുന്നതായിരിക്കും നല്ലത്. ബെല്ല ഈ നാട് വിട്ടു പോകുക. ഞാനും കുറച്ച് നാൾ എങ്ങോട്ടെങ്കിലും മാറി നിന്നതിന് ശേഷം പ്രശ്നങ്ങൾ അടങ്ങുമ്പോൾ നന്ദനെ കോണ്ടാക്ട് ചെയ്യാൻ വരുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പം ബെല്ല പറയുന്നു, ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ തെറ്റ് ചെയ്തെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും രക്ഷയില്ല. അതിനേക്കായി നല്ലത് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാതിരിക്കാനുള്ള മാർഗം നോക്കുന്നതാ എന്നും പറഞ്ഞ് ബെല്ല ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദനെ അപായപ്പെടുത്താനായിരിക്കുമോ അതോ ഇനി മറ്റെന്തെങ്കിലും പ്ലാനാണോ? അതിനിടയ്ക്ക് തന്നെ ബെല്ല പല പ്ലാനിങ് ചെയ്യുന്നുണ്ട്. റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്ദനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്റ്റേഷനിലെത്തിയ നന്ദൻ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പിട്ട് നന്ദനെ എങ്ങനെയെങ്കിലും DYSP നേരിട്ട് സ്വാധീനം ചെലുത്തി ആ ഒരു കേസും പരാതിയായിട്ട് പോകാതിരിക്കാനുള്ള മാർഗമാണ് ബെല്ല ശ്രമിക്കുന്നത്. എന്നാൽ അതിലൊന്നും നന്ദനെ ഇനി കീഴ്പ്പെടുത്താൻ ബെല്ലയ്ക്കോ കെവിനോ ഋഷിക്കോ അരുന്ധതിക്കോ ആർക്കും പറ്റില്ല. കാരണം സത്യങ്ങളെല്ലാം അറിയേണ്ടവരറിഞ്ഞിരിക്കുന്നു. അതായത് സിദ്ധാർത്ഥൻ സാറും ഹരിസാറും മുരളി, ഗിരീഷ് എല്ലാവരും അറിഞ്ഞതുകൊണ്ട് നന്ദൻ ഒരിക്കലും ബെല്ലയെ അല്ലെങ്കിൽ കെവിനും പറയുന്ന നാടകത്തിനൊത്ത് തുള്ളാൻ പറ്റില്ല. മറിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നതുകൊണ്ട് ഒരിക്കലും ഇനി നന്ദനും കെണിയിലേക്ക് വീഴേണ്ടി വരത്തില്ല. അധികം താമസിക്കാതെ സത്യങ്ങൾ എല്ലാവരും അറിയും. കാത്തിരിക്കാം.